തൃശൂർ കുന്നംകുളം മലങ്കര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ്. നവജാത ശിശുവിന്റെ വിരൽ പാതി മുറിഞ്ഞുപോയി. പന്നിത്തടം സ്വദേശികളായ ജിത്തു ജിഷ്മ ദമ്പതികളുടെ പെൺകുഞ്ഞിന്റെ വലതു കൈയിലെ തള്ളവിരലാണ് അറ്റുപോയത്. പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ അറിയാതെ വിരൽ അറ്റുപോയതെന്ന് ആശുപത്രി അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിരുന്നു കുഞ്ഞിനെ നമുക്ക് കയ്യിലേക്ക് റൂമിലേക്ക് തന്നത്. അതിനുശേഷം ഇന്നലെ 5:30 കൂടിയിട്ട് ഒരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ NICUക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞതിന് ശേഷം ഇവിടുന്ന് ബൈസ്റ്റാൻഡറായിട്ടുള്ള അമ്മ നമ്മൾ കുട്ടീനെ കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചു കൊടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കാൻ കയറ്റി കറക്റ്റ് 5:30 മണിക്ക് നമ്മൾ കുട്ടീനെ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 6:30 മണിയായിട്ടും കുട്ടിയുടെ ഒരു വിവരവും ഇല്ല. നമ്മൾ പുറത്തുനിന്ന് ആൾക്കാർ ബെല്ല് ചെയ്തിട്ട് പോലും ഉള്ളുന്ന ഒരു റെസ്പോണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ഒരു മെയിൽ നേഴ്സ് റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ റൂമിലായിരുന്നു. അപ്പോൾ മെയിൽ നേഴ്സ് വന്നിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അമ്മയുടെ അടുത്ത് പുറത്ത് ഒന്ന് വരുമോ ചോദിച്ചു. അവരാദ്യം പറഞ്ഞത് കുഞ്ഞിൻ്റെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഇടയിൽ ബ്ലേഡ് കൊണ്ട് ഒരു കീറൽ വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു മുറിവ് ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഡോക്ടർ വന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞത്. ഡോക്ടർ വരുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിയാണ്. 10 മണി വരെ ഈ കുട്ടിയുടെ സ്റ്റിച്ച് ഇടാൻ നമ്മൾ നോക്കാന്നുള്ള രീതിക്ക് പറയും. അപ്പോൾ ഞങ്ങളായിട്ട് സജസ്റ്റ് ചെയ്തു, നിങ്ങൾ ഡോക്ടറെ വിളിക്കുക, പെട്ടെന്ന് തന്നെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അവർ ഡോക്ടറെ വിളിക്കുകയും വരികയൊക്കെ ചെയ്തത്. അങ്ങനെ ഇവിടുന്ന് ഞാനായിട്ട് ഒരു 7 മണിയോടൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്നു. അവർ അത്ര നേരം പുറത്തേക്ക് ആരും കുട്ടീനെ കൊണ്ടുവരാനൊന്നും ചെയ്തില്ല. ആ സമയത്ത് 2 അമ്മമാരേനെയും കുട്ടിയുടെ കൈ വിരൽ വെട്ടിയത് അവർ കാണിച്ചു കൊടുത്തു. എങ്ങനെ കാണിച്ചെന്ന് വെച്ചാൽ ഇവർ തല്ലൂടി കഴിഞ്ഞിട്ടാണ്, അത്രയും ഒച്ചിട്ട് കഴിഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് കൊടുന്ന് കാണിച്ചത്. എന്നിട്ട് അവർ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അത് ഫുള്ള് ബാൻഡേജ് ഇട്ട് വെച്ചേക്കിടുന്നു. എന്നിട്ട് ഇവർ അത്രയും തല്ലൂടി കാരണം തുറന്ന് കാണിച്ചപ്പോൾ കുട്ടിയുടെ ഇത്രയും നെയിലിൻ്റെ താഴെ വരെ ഫുള്ള് കട്ടായി, റൈറ്റ് തം ഫുള്ള് കട്ടായി പോയി കിടന്നു. അത് കണ്ട് ഇവർ പേടിച്ചു. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, അവരെ സംബന്ധിച്ച് ഏറ്റവും വേദനകരമായ കാര്യമാണ്, വലിയ പിഴവാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ആശുപത്രി മാനേജ്മെന്റ് പറയുന്നത്? ആശുപത്രി അധികൃതർ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതൊരു ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന്, അതായത് ഈ കുട്ടിയെ നോക്കിയിരുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു പിഴവായി തന്നെ അവർ അംഗീകരിക്കുന്നുമുണ്ട് എന്നുള്ള തരത്തിലാണ് നമ്മൾ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് വളരെ ഗുരുതരമായൊരു കാര്യം തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ ഈ ജിത്തു ജീഷ്മ ദമ്പതികളുടെ പെൺകുഞ്ഞ് ഏകദേശം 5 ദിവസം മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ 13-ാം തീയതി ഈ പ്രസവം കഴിഞ്ഞു. അതിനുശേഷം 13-ാം തീയതി പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 16-ന് പ്രസവം നടന്നു. ഇന്നലെ പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ ഇവരുടെ അടുത്ത് നിന്നും ഈ ഒരു ഇഞ്ചക്ഷൻ നൽകാൻ, ഒരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത്. പക്ഷേ അതിനുശേഷം തിരികെ ലഭിക്കാതായപ്പോഴാണ് ഇവർക്ക് ഒരു ആശങ്ക ഉണ്ടായത്. അങ്ങനെ പലതവണ ഈ ആശുപത്രിയിൽ ഈ NICUവിന് മുൻപിൽ പോയി ബെല്ലടിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. എന്നിട്ടും യാതൊരു വിധത്തിലും ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, രാവിലെ 7 മണിക്കാണ് ഇത് സംബന്ധിച്ച് ബന്ധുക്കൾക്ക് വിവരം നൽകുന്നത്. അപ്പോൾ അത്രത്തോളം സമയം ആ കുഞ്ഞ്, അതായത് തള്ളവിരലിന് മുകളിൽ വരെ അറ്റുപോയി എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ ഇപ്പോൾ അത് കണ്ടതിന് ശേഷം മനസ്സിലാക്കിയത്. അപ്പോൾ അത്രത്തോളം സമയം ഈ കുഞ്ഞിന് യാതൊരു വിധത്തിലുള്ള ചികിത്സയും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അത് ആ മുറിവ് ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കുന്നംകുളം പോലീസിൽ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതിൽ കേസ് എടുത്തിട്ടുമുണ്ട്. ഈ കുന്നംകുളം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് FIR ഇടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ കുഞ്ഞിന് പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ളവ ചെയ്യണമെന്ന് ഈ വീട്ടുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വീട്ടുകാരോട് ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ ഒരു സാക്ഷ്യപത്രം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ആശുപത്രിക്ക് വന്ന പിഴവ് കൊണ്ടാണ് ഇത്തരത്തിലൊരു ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമ്മതിക്കണമെന്ന് വീട്ടുകാർ പറഞ്ഞ സമയത്ത് അത് സമ്മതിക്കാൻ ആദ്യഘട്ടത്തിൽ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നൊരു ആരോപണവും വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഒരു 5 ദിവസം മാത്രമുള്ള പ്രായമുള്ള ഒരു കുഞ്ഞാണ്. എത്രത്തോളം വേദന ഉണ്ടാകും, അല്ലെങ്കിൽ എത്രത്തോളം അത് ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യം നമുക്കൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. തള്ളവിരലിന് നഖത്തിന് മുകൾ ഭാഗം വരെ ആ കുഞ്ഞിൻ്റെ അറ്റുപോയി എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നൊരു ആവശ്യമാണ് നിലവിൽ വീട്ടുകാർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇതിൽ കൃത്യമായൊരു മറുപടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വീട്ടുകാർക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യവും ഈ വീട്ടുകാർ പറയുന്നു.